ഒരായത്തോതണം. വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരായത്തോതണം. ഓതുമ്പോ ഇബ്ലീസ് മക്കളോട് പറയും, ഇന്നിവിടെ കടക്കാൻ പറ്റൂല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. നിങ്ങൾ ഈ ആയത്ത് നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോൾ ഓതിയാൽ വീടിനകത്തിരിക്കുന്ന ഇബ്ലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ കടക്കാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട്ടിൽ പൊക്കോളാൻ, ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതായത്താ? മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ തങ്ങള് അവിടെ നിന്ന് കുറച്ച് ഗനീമത്ത് സ്വത്തിന് കാവലിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു. കാവൽക്കാരനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. കാവലിരിക്കുമ്പോ രാത്രി ഒരുത്തം വന്നിട്ടൊരു പ്രായമുള്ളൊരു മനുഷ്യൻ ചാക്കിനകത്ത് വാരി നിറയ്ക്കുക. അബൂ ഹുറൈറ തങ്ങൾ കണ്ടുപിടിച്ചു. കള്ളനെ കയ്യോടെ പിടികൂടി. നിന്നെ ഞാൻ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മനുഷ്യൻ അബൂ ഹുറൈറ, എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ദാരിദ്ര്യം കാരണം വന്നെടുത്തതാ, എന്നെ പിടിച്ചോണ്ട് പോകരുത്. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ വിഷമം കേട്ടപ്പോ പറഞ്ഞു, നീ പൊക്കോളാൻ, ഇനി ചെയ്യരുത്. രണ്ടാമത്തെ ദിവസവും വന്നു, അന്നും പിടിച്ചു. അന്നും മക്കളുടെ കാര്യം പറഞ്ഞ് കരഞ്ഞു. അപ്പോഴും അബൂ ഹുറൈറ തങ്ങൾ വെറുതെ വിട്ടു. പക്ഷെ മൂന്നാമത്തെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവനെ പിടിച്ചു. അപ്പൊ പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വിടൂല. 2 പ്രാവശ്യം നിനക്ക് ഞാൻ സമ്മതം തന്നു, ഇനി നിന്നെ ഞാൻ വിടത്തില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകും, മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകും. അങ്ങനെ അവസാനം എന്തു പറഞ്ഞാലും വിടില്ല എന്ന് മനസ്സിലായപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു അബൂ ഹുറൈറയോട്, ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം. അള്ളാന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് നീ രക്ഷപ്പെടും. ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് നീ രക്ഷപ്പെടും. ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടുവില്ലേ? നബിയെ, ആദ്യത്തെ 2 ദിവസം അവൻ കരച്ചിലും ബഹളവുമായിരുന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. പക്ഷേ അവൻ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു. ശൈത്താനിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പഠിപ്പിച്ചു തന്നു. ഏതായത്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസി. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി ഏത് മനുഷ്യൻ തന്റെ വീടിനകത്തിരുന്ന് പാരായണം ചെയ്യുന്നോ ആ വീട്ടിൽ നിന്ന് ശൈത്താനിന്റെ ഷർ ഒഴിവാകും. ഇബ്ലീസും അവന്റെ മക്കളും പിന്നെ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ? അവന് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ? എന്നിട്ട് അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, അവൻ ആരാന്നറിയോ? അറിയില്ല നബിയെ, അത് സാക്ഷാൽ ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇബ്ലീസ് തന്നെയാണ് അവനെ പൂട്ടാനുള്ള പൂട്ട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ശൈത്താനിന്റെ ഷർറു മാറണോ, വീട്ടിൽ പോയി